നിങ്ങൾക്ക് താല്പര്യം ചൈനയാണോ ഇന്ത്യയാണോ? ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് കമൻറ്റ് ചെയ്യുക, ചൈനയാണെന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് തിരിഞ്ഞു വന്നേക്കരുത്, ഓടിക്കണം കണ്ടം വഴി. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സംഭവം മനസ്സിലായി. ഇത് നമ്മുടെ ചിന്താ ജെറോമിൻ്റെ ഒരു വീഡിയോ ആണ്. സോഷ്യൽ മീഡിയയിലും ട്രോൾ ഗ്രൂപ്പിലൊക്കെ ഇപ്പോൾ കിടന്ന് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. ഇതെന്താണെന്ന് വെച്ചാൽ സമതുലിതമായ ലോകം എന്ന ശീർഷകത്തിൽ നടന്ന ആഗോള സമ്മേളനത്തിൽ വലിയ വിജയമായിരുന്നു, അതിൽ പങ്കെടുത്തു എന്നുള്ള രീതിയിൽ ചിന്താ ജെറോമിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ ക്യൂബ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ക്യൂബ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടുത്തുള്ള ഓരോ വീഡിയോസും എടുത്ത് ചിന്താ ജെറോം പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിന്താ ജെറോമിൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മതി. ചിന്താ ജെറോമിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ സ്ഥലം ക്യൂബയാണെന്നൊക്കെ നമുക്ക് തോന്നും. പണ്ടൊക്കെ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയും, ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പാടെയും വിശ്വസിച്ച് കളയും. ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് കളയുന്ന ഒരു നാട്ടിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ട്, ഫോണുണ്ട്, ഓരോരുത്തർക്കും യൂട്യൂബ് ചാനലുണ്ട്, ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതലാണ്. പണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പുസ്തകത്തിൽ കുത്തും കോമയും വള്ളിയും ഒന്നും വിടാതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ വിശ്വസിച്ച് ഇത് ചരിത്രമാണെന്നൊക്കെ വിചാരിക്കും. ഇപ്പം ഏതെങ്കിലും എഴുത്തുകാരൻ ഇപ്പോൾ ക്യൂബയെ പറ്റി ഈ ചിന്താ ജെറോം എഴുതിയ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോലെയൊക്കെ വണ്ടർഫുൾ സൂപ്പർ സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും എത്ര സുന്ദരമായൊരു സ്ഥലമാണ് ക്യൂബ, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സുഹിത് ഭക്തിനെ അറിയാമായിരിക്കുമല്ലോ. സുഹിത് ഭക്തൻ എന്നുണ്ട് ട്രാവൽ വ്ളോഗറാണ്. സുഹിത് ഭക്തൻ കഴിഞ്ഞ വർഷം, കൃത്യം ഒരു വർഷം മുമ്പ് ക്യൂബയിൽ പോയിട്ടുണ്ടായിരുന്നു. ക്യൂബയിൽ പോയിൻ്റെ ഒരു വീഡിയോ സുഹിത് ഭക്തൻ്റെ പേജ് കിടപ്പുണ്ട്. സുഹിത് ഭക്തൻ ക്യൂബയിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. ഒരു 5-6 എപ്പിസോഡുണ്ട്. ഈ എപ്പിസോഡ് ഫുള്ള് ഞാൻ കണ്ടിരുന്ന ആളാണ്. നമ്മൾ ഈ ക്യൂബയിൽ നിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. കേരളത്തിൽ ഇവിടെ ആൾക്കാർ ക്യൂബയെ പറ്റി പറയുന്നു, ചൈനയെ പറ്റി പറയുന്നു. ഇവരുടെയൊക്കെ സ്വർഗ്ഗഭൂമിയാണ് ഈ ക്യൂബയും ചൈന. അപ്പം നമുക്കൊരു കൗതുകമാണ് എന്താണ് ഈ ക്യൂബയും ചൈനയും എന്നൊക്കെ. അപ്പോൾ ഈ ക്യൂബയെ ബന്ധപ്പെട്ടുള്ള വീഡിയോ സുഹിത് ഭക്തൻ്റെ പ്രൊഫൈൽ വരാൻ നേരത്ത് സുഹിത് ഭക്തൻ ക്യൂബയിൽ ചെന്ന് ഇറങ്ങുന്നു. അവിടെ ഇറങ്ങി പുറത്തേക്ക് വരാൻ നേരത്ത് നമ്മൾ ഈ പഴയ നമ്മുടെ ട്രാവൻകൂർ റോയൽ ഫാമിലിയിലുള്ള ആൾക്കാർ പണ്ട് പ്രൗഢിയോടെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അന്ന് ഇവരൊക്കെ ഉപയോഗിച്ച കാറൊക്കെ ഇല്ലേ, ഈ കാറൊക്കെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ കിടക്കും. ഞാൻ വിചാരിച്ചു പഴയ വിൻറ്റേജ് വാഹനങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ഒന്നുമല്ല, ക്യൂബയിലുള്ള ആൾക്കാർ ഇപ്പോഴും ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഇമാതിരി വണ്ടികളാണ്. നമ്മുടെ നാട്ടിലുള്ള പല വാഹനങ്ങളും ഇപ്പോഴും അവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കോമഡി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. സുഹിത് ഭക്തൻ തന്നെ പറയുന്നുണ്ട് 19 വർഷം പിന്നിലാണ് ഈ ക്യൂബ എന്നൊക്കെ പറയുന്ന നാട്. നമ്മുടെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പും ഇല്ലാത്ത ഏതോ ഒരു തുരുത്താണ് ഗോവയല്ല, ക്യൂബ എന്ന് പറയുന്നൊരു സ്ഥലം. ഈ സ്ഥലത്ത് പോയിട്ടാണ് ചിന്താ ജെറോമിനെ പോലുള്ള ആൾക്കാർ ഇതൊക്കെയാണ് സ്വർഗം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അവിടെയുള്ള ആൾക്കാർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന സാധനം തന്നെ വമ്പൻ കോമഡിയാണ്. നടന്ന് നീങ്ങിയും ലിഫ്റ്റ് അടിച്ചൊക്കെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. സുഹിത് ഭക്തൻ്റെ ആ വീഡിയോ കയറി നോക്കി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ലൈവായിട്ട് നമ്മളിപ്പം ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചിന്താ ജെറോം ക്യൂബയിൽ പോയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ചിന്താ ജെറോമിനെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ എഴുത്തുകാരെ പറ്റി പറഞ്ഞില്ലേ, പണ്ടൊക്കെ നമ്മുടെ മുമ്പിലേക്ക് പല ആൾക്കാരും പലതും എത്തിച്ചുകൊണ്ടിരുന്നതാണ്. കാലം മാറി, ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലേ, ഇപ്പോൾ നമ്മൾ ലൈവാണ്. ഓരോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ വീഡിയോ എടുത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചിന്താ ജെറോമിനെ പോലുള്ള ആൾക്കാർ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഇത് 10-30 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ ചിന്താ ജെറോം ക്യൂബയിൽ പോയിട്ട് വന്നിട്ടൊരു ബുക്ക് ചിലപ്പോൾ എഴുതി വെക്കും. ക്യൂബ എന്ന് പറയുന്ന സുന്ദരമായ ഒരു നാട്, ഈ ലോകത്ത് ഇല്ലാത്ത തരത്തിൽ സാങ്കേതിക വിദ്യകളുള്ള നാട്, അവിടെ അംഗനവാടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെപ്പറ്റി, അവിടെയുള്ള ആൾക്കാരുടെ ഫുട്ബോൾ പ്രേമത്തെപ്പറ്റി, അവിടെയുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ഇവർ ചിലപ്പോൾ ഒരു പുസ്തകം എഴുതി വെച്ചേനെ. കുറേ മണ്ടന്മാരായ മലയാളികളൊക്കെ ഇതെടുത്ത് വായിച്ചേനെ. എനിക്കിപ്പോൾ എഴുത്തുകാരെന്ന് കേൾക്കുന്നത് തന്നെ ഇപ്പോൾ ഏകദേശം കലിപ്പായി വരുന്നുണ്ട്. കാരണം ഇവർ എഴുതി കുത്തി വെക്കുന്നതൊന്ന് പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് വന്ന് ലൈവായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരുടെയൊക്കെ നിലവാരം നമുക്ക് മനസ്സിലായി. ഈ KR മീര എന്ന് പറഞ്ഞ എഴുത്തുകാരിയുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. ഈ കഷായം എന്നുള്ള വിഷയത്തിൽ പുരുഷന്മാർ അല്ലെങ്കിൽ ഉത്തമനായ കാമുകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവരക്കേട് കഴിഞ്ഞ ദിവസങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവർ എഴുതി വെക്കുന്നതും വരുന്ന വിവരക്കേടും രണ്ടും രണ്ടാണ്. ഇപ്പം നമ്മൾ പറയത്തില്ലേ, അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ പല വിഗ്രഹവും ഉടയെന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവരെ പോലുള്ള ആൾക്കാർ. ഇപ്പം ചിന്താ ജെറോം ഒരു 10-30 വർഷം മുമ്പ് ക്യൂബയിൽ പോയി ഒരു ബുക്ക് എഴുതി വെച്ചായിരുന്നു ഇവിടെയുള്ള മണ്ടന്മാരെല്ലാം ക്യൂബ സുന്ദരമായ ഒരു സ്വർഗമാണെന്നൊക്കെ വിചാരിച്ചേനെ. ക്യൂബ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്, നരകം പിടിച്ചൊരു നാടാണ്. അവിടെ വികസനവും ഇല്ല, അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടും ഇല്ല. ആകെ കൂടി സുഹിത് ഭക്തൻ താമസിച്ച ഒരു വലിയ കെട്ടിടമുണ്ട്, താമസിക്കുന്ന ബിൽഡിങ്, അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ബിൽഡിങ്. അവിടെയുള്ള ആൾക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പരമ കഷ്ടമാണ് കേട്ടോ, പരമ കഷ്ടം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് നമ്മൾ ഇതിൽ വലിയ ലക്ഷറി ആയിരുന്നു ഇന്ത്യക്കാരെന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് കുറേ നാളായിട്ട് എൻ്റെ കുറേ സംശയങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഈ ചിന്താ ജെറോമൊക്കെ. ഇവരൊക്കെ പലപ്പോഴും ക്യൂബയെ പറ്റിയും ചൈനയെ പറ്റിയൊക്കെ തട്ടിവിടുന്ന കേൾക്കാം.
ഈ ചിന്താ ജെറോം ഈ അടുത്ത കാലത്തൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. ചിന്താ ജെറോം വൈറലായ എവിടെയാണെന്ന് വെച്ചാൽ മീഡിയക്കാരുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങോട്ടും ചോദിച്ചപ്പോൾ ചർച്ച ചോദ്യമൊക്കെ ചെയ്തു. അപ്പോൾ ഒരാൾ എണീറ്റെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഇല്ല, സൗകര്യങ്ങൾ കുറവാണ്, എക്യുപ്മെൻറ്റ്സ് കുറവാണ്, മെഡിസിൻസ് ഒക്കെ ഇല്ല. ഇവർ പറയുകയാണ് അവിടെ പൊതിച്ചോറ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തോ ചോദ്യം എന്തുത്തരം എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ജിമ്മി കിങ് കമൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സിനിമാ പാട്ടൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആരാണ് ജിമിക്കി ഇടുന്നത്, നമ്മുടെ അമ്മമാർ ജിമിക്കി ഇടുവോ, ഇവിടെ അച്ഛൻ ജിമിക്ക് ഊരി വിറ്റ കമ്മലുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട്. വേറെ യൂണിവേഴ്സ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയയിലൊക്കെ വന്നിട്ട് അച്ചടി ഭാഷയിൽ സംസാരിക്കുക, അതാണ് രസം എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ മമ്മിയും ഉമ്മയും അമ്മയും കൊടുക്കുന്ന പൊതിച്ചോറെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗ് അടിക്കുന്നതാണ്. പൊതുവെ ഇവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ആയി പോകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ട്രോളി വരും എന്നുള്ളതാണ്. ഇപ്പം ഇന്നലെ ഇതിൻ്റെ കൂടെ ജസ്റ്റ് അങ്ങ് പറഞ്ഞു വിട്ടേക്കും കേട്ടോ. ഇന്നലെ ഞാൻ വേറൊരു വാർത്ത കേട്ടിട്ട് ഒന്ന് ഞെട്ടിയായിരുന്നു. ഈ വാർത്ത എന്താ വെച്ചാൽ ബഹുദൂരം മുന്നേറുന്ന ചൈനയെ അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്ന് കടന്നാക്രമിക്കുന്നു. MV ഗോവിന്ദൻ. ഈ വാർത്ത ആദ്യമേ ഞാൻ വായിച്ചപ്പോൾ വിചാരിച്ചു MV ഗോവിന്ദൻ എന്ന് പറയുന്ന നേതാവ് ചൈനയിലെ ഏതോ പാർട്ടിയുടെ നേതാവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം മുന്നേറുന്ന ചൈനയെ അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്ന് കടന്നാക്രമിക്കുന്നു. ഈ രാജ്യത്ത് കേരളത്തിൽ ഇരുന്നിട്ട് അടിക്കുന്ന ഡയലോഗാണ്. ചൈനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ ഡയലോഗ് അടിക്കുന്നത്. ഈ ചൈന എന്നൊക്കെ പറയുന്ന നേരത്തെ അവർ ഇവർക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഈ നാട്ടിൽ റേഷനരി കിട്ടുന്നത് ഇന്ത്യൻ പൗരനായതുകൊണ്ടല്ലേ ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവിടെ MLA സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഈ നാട്ടിൽ ജനിച്ചതുകൊണ്ട്. ഒരു ഇന്ത്യക്കാരൻ പറയേണ്ട ഡയലോഗാണിത്. എന്തായാലും തൃശ്ശൂർ ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചൈനയെ അമേരിക്ക കടന്നാക്രമിക്കുന്നെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചൈനയെ അമേരിക്ക കടന്നാക്രമിക്കുമ്പോൾ അതിനൊപ്പം ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിലാണ് പറയുന്നത്. അടുത്ത ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് അതിൽ വലിയ കോമഡി വരും. എനിക്കൊരു കോമഡിയാണോ അല്ലെങ്കിൽ എൻ്റെ ലോജിക്കിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. കാണുന്നവർ ഉത്തരം പറയും. AI ഉപയോഗത്തിലടക്കമുള്ള ചൈനയുടെ ഇടപെടലിനെ കുറിച്ച് MV ഗോവിന്ദൻ സംസാരിച്ചു. AI ഉപയോഗത്തോടെ കുത്തക മുതലാളിത്തത്തിൻ്റെ ലാഭം കൂടുകയും പ്രതിസന്ധിയും വൈരുദ്ധ്യവും വർദ്ധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശരി, അത് ശരിയാ, അവരുടെ ലാഭം കൂടും. ഈ സാഹചര്യത്തിൽ ജനകീയ ചൈനയോ അവിടെ ഇപ്പോഴും അവിടെ ഈ ജനാധിപത്യമൊന്നും ഇല്ലല്ലോ ചൈനയിൽ. അവിടെ ജനാധിപത്യം ഉണ്ടോ നമ്മുടെ നാട്ടിലെ പോലെ? ഇല്ല. ഈ സാഹചര്യത്തിൽ ജനകീയ ചൈന ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലുള്ള സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങിയെന്നും പൊതുജനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് അവർ അത് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞ അദ്ദേഹം കുത്തക മുതലാളിമാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന AI സംവിധാനമല്ല ചൈനയിലെന്നും പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, താമസിക്കുന്നു. ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കാൻ നേരത്തെ ഇവർക്കൊക്കെ അങ്ങ് ചൈനയോടും ക്യൂബയോടും സ്നേഹമാണ്. ഇന്ത്യൻ പൗരനായിട്ടിരുന്നിട്ട് ചൈനയുടെ ഇപ്പോൾ ചൈന ആക്രമിക്കുന്നൊക്കെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നിട്ടാണ് പറയുന്നത്. ഇപ്പം ഇവരെ പോലുള്ള ആൾക്കാർ അതിർത്തി കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ, മൂട്ടി വെടി കേൾക്കും. ഇന്ത്യൻ പാസ്പോർട്ടില്ലെന്നുണ്ടെങ്കിൽ ചൈനയിലോട്ടൊന്ന് ചെന്ന് കയറിക്കോട് ഈ സ്നേഹവും കൊണ്ട്. അപ്പോഴേ കവളത്ത് പിടിച്ച് അവർ പുറത്താക്കി കളയും. ആ കൂടി നമ്മുടെ ഒരു ബലം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം വരുന്നോ, ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നമോ കേരളത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നമൊക്കെ നോക്കേണ്ട നേതാക്കന്മാർ ഇന്ത്യ ചൈനയെ ആക്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് കഴിയുന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ലോകത്തൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് താല്പര്യം ചൈനയാണോ ഇന്ത്യയാണോ? ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് കമൻറ്റ് ചെയ്യുക. ചൈനയാണെന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് തിരിഞ്ഞു വന്നേക്കരുത്, ഓടിക്കണം കണ്ടം വഴി. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. ആദ്യമായിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. സുജിത് ഭക്തൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ വ്ളോഗ് ചെയ്യരുത്. അയ്യോ 50 വർഷം പിന്നിൽ ആ സ്ഥലം. പണ്ട് നമ്മുടെ തിരുവിതാംകൂർ റോയൽ ഫാമിലിയുള്ള അപ്പാപ്പന്മാരല്ലേ, അപ്പോൾ രാജാക്കന്മാർ, അവർ ഉപയോഗിച്ച വാഹനങ്ങളാണ് ഇപ്പം ക്യൂബക്കാർ ഉപയോഗിക്കുന്നത്. ദാരിദ്ര്യമാണ്, മൊത്തം ദാരിദ്ര്യം.